ദേ, നിങ്ങൾ ഒരുമാതിരി പണി കാണിക്കരുത്. നിങ്ങളല്ലേ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് അസ്ഥി മാത്രം മതി, സ്വത്ത് വേണ്ടെന്ന്. അതെ, അത് കിട്ടിയപ്പോ ഈ പടി കേറൂലെന്നല്ലേ പറഞ്ഞത്. പിന്നെ എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ട് കയറി വന്ന്? അത്രയും ആളുകളുടെ മുമ്പ് വെച്ച് വാക്ക് പറഞ്ഞതല്ലേ. ഒരു വാക്ക് പറഞ്ഞാ വാക്കായിരിക്കണം. അതേടാ, വാക്ക് പറഞ്ഞാ വാക്കായിരിക്കണം. ആരാ ഇവിടെ വാക്ക് തെറ്റിച്ചത്? ഞാൻ എന്റെ മകന്റെ അച്ഛന്റെ അസ്ഥി മാത്രം മതി എന്നും പറഞ്ഞാ പോയത്. സ്വത്ത് വേണ്ടെന്നും പറഞ്ഞു. പക്ഷേ അന്നേരം ഒരു ഉപാധി വെച്ചു. എന്താ അത്? അനിരുദ്ധ, ഇങ്ങോട്ട് വാടാ. എന്താ ഞാൻ പറഞ്ഞത്? പറയടാ. നിനക്കെന്താ വിക്കുണ്ടോ? ഞാൻ പറഞ്ഞ ഉപാധി സ്വത്ത് തുല്യമായി വീതിക്കണമെന്നും ഒരു ഭാഗം സുശീലയ്ക്ക് കൊടുക്കണമെന്നും എന്നാണോ? എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഈ പാവം സുശീലയും അവളുടെ മോളെയും ഉപദ്രവിച്ച് ബലം പ്രയോഗിച്ച് സ്വത്ത് എഴുതി വാങ്ങിക്കാൻ നോക്കുന്നു അല്ലേ? ഇത്രയും ആയ സ്ഥിതിക്ക് ഞാൻ ഒന്ന് തീരുമാനിച്ചു. ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നില്ല. ഈ സ്വത്തിന് നിയമപരമായ അവകാശി ഞാനാ. ഇറങ്ങടാ വെളിയില്. ഒരെണ്ണത്തിന് ഈ വീട്ടിൽ കാണരുത്. ഇറങ്ങിക്കോ വെളിയില്. ഇവിടെ വാടി, വാടി ഇവിടെ. ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ സാധനങ്ങൾ മുഴുവൻ എടുത്ത് പുറത്തെറിയും. എറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശരിപ്പെടുത്തും. പറഞ്ഞേക്കാം. അങ്ങനെ ഞങ്ങളിപ്പോ പോകുന്നില്ലെങ്കിലോ? പോവില്ലേ? ആരാടാ പോവാത്തത്? പോകാത്തവരെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എടുക്ക. ആരാടാ പോവാത്തത്? പറയടാ, ആരാടാ പോവാത്തത്? നീയൊക്കെയാണോ പോവാത്തത്? മുറിയും രക്തം വരും. നീങ്ങി നിക്ക് ഇങ്ങോട്ട്. നീങ്ങി നിക്കാൻ. വാടാ ഇങ്ങോട്ട്. അവന്റെ ഒരു മുദ്രാപത്രം ആരോ കാണിക്കാനാണ് അത്. ഈ വീട്ടിനകത്ത് ഒരു ഒറ്റെണ്ണത്തിന് എല്ലാത്തിനും ഞാൻ അരിഞ്ഞളയും. ഈ വിശാലാക്ഷി ആരാണെന്ന് അവന്മാർക്ക് അറിഞ്ഞൂടാ. ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. വാ മക്കള്, വാ. ചെല്ല. അത് പോ. ഞാൻ കോയമ്പത്തൂരിന് പുറപ്പെട്ടതാ. തർപ്പണം കഴിഞ്ഞപ്പോഴാ ഇതിവിടെ വെച്ച് മറന്നുപോയ കാര്യം ഓർത്തത്. അമ്മായി വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. എന്റെ അമ്മയും കൊന്നേനെ. ആരും ചോദിക്കാനില്ല അമ്മായി. ചേട്ടത്തി, എനിക്കിപ്പോഴാ ഒരു ശ്വാസം വേണത്. ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഞാനുണ്ട് ചോദിക്കാൻ. വിഷമിക്കാതെ.
ഏ ഈ പൊട്ടൻ ഇവിടെയും കിടത്തി ഉറക്കില്ലേ? രാത്രി എല്ലാത്തിനെയും അടിച്ചിറക്കിയിട്ടും പോയില്ലേ? വെക്കാങ്കരുതേ കിടയാത് മാനം കെട്ട വർഗം. പെട്ടിയും ബാൻഡും ഒക്കെ എടുത്തോണ്ട് വേഗം ഇറങ്ങിക്കൊണ്ടോ. പിന്നെ അതെ, ഞങ്ങൾക്ക് ഇപ്പൊ വീട് വിട്ടു പോകാൻ മനസ്സിലെങ്കിലും വീട് നിങ്ങളുടെ സ്വന്തമാണെന്നതിന്റെ രേഖ കാണിക്കും. അമ്മാവന്റെ സ്വത്ത് ശരിയായ രീതിയിൽ ഭാഗം വെക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കോടതിയിൽ കേസ് കൊടുക്കും. കോടതി തീരുമാനിക്കട്ടെ ബാക്കി. ആ കേസിന്റെ വിധി വരുന്നവരെ ഞങ്ങൾക്ക് ഏതായാലും ഇവിടെ താമസിക്കാമല്ലോ. അതല്ല, ഇനിയും ഞങ്ങളെ പിടിച്ചെള്ളാൻ വന്ന യുദ്ധം നടക്കും. യുദ്ധം ഞങ്ങളും എടുക്കും കൊടുവാള്. ശരിക്കും ഇന്നലെ നമ്മൾ എന്തിനാ ഇറങ്ങി പോയത്? നമ്മൾ ഇറക്കിവിടെ ഇവർക്ക് എന്താ അവകാശം? നമ്മൾ ആരും അത് ആലോചിച്ചില്ല. അപ്പോഴത്തെ സ്പീഡില് നമ്മൾ ഈ വരാന്തയിൽ വന്ന് കിടന്നു. ശരി ശരി ശരി, അതേ സ്പീഡിൽ തന്നെ നമ്മൾ അകത്തോട്ട് കയറും. മോനെ, ഞാൻ പറയുന്നത് കേക്ക്. എല്ലാരും ഇവിടെ തന്നെ താമസിക്കട്ടെ. അവര് പറയുന്നതിൽ കാര്യമുണ്ട്. എല്ലാരെയും ഇറക്കി വിടാൻ നമ്മൾ ആരാ? കേറി വരാനും ഇറങ്ങി പോവാനും ഒരു സമയമുണ്ട്. ആ സമയം വരുമ്പം ഇറങ്ങേണ്ടവര് ഇറങ്ങും, കേറേണ്ടവര് കേറും. അപ്പം മോനെല്ലാം മനസ്സിലാവും. നീ വാ വാ വാ. ഒന്ന് വേഗം ആവട്ടെ, നടക്കങ്ങോട്ട്. പല്ല് വെച്ചിട്ട് വേണം വല്ലതും കഴിക്കാൻ. അല്ലാതെ അവള് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലേ? എടി സരോജ, ഞാൻ കെട്ടിയതിനു ശേഷമാണ് നീ കോൾഗേറ്റും പ്രശ്നം കണ്ടെന്നുള്ള കാര്യം ഓർത്തോ? ഒന്ന് വേഗം നടക്കുന്നേ. വേഗാവട്ടെ വേഗാവട്ടെ. അതിങ്ങനെ കേറ് മോളെ, പോ പോ. കാണാം. എന്താടി തുറച്ചു നോക്കുന്നത്? മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? അടിച്ചു നിന്റെ പൊടി തള്ളിയിടാൻ നോക്കുന്നുണ്ട്. കാല് കാണിച്ചു തരാടി നിനക്കേ. ഞാൻ ഇടപെടാം. അതിന്റെ സമയാവട്ടെ. അവര് വലിയ കളി കളിച്ചാൽ അതിലും വലിയ കളി നമുക്ക് കളിക്കാം. മോള് വിഷമിക്കാതെ. അവരെന്നെ അടിക്കാൻ വന്നച്ചാ. സുനിലിനെയും വല്യമ്മയും തല്ലി. ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. നിന്റെ കൈ വലിച്ചൊന്നാണ്ട് കൊടുക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ എന്തിനാ ഇരിക്കുന്നുണ്ടല്ലോ രണ്ട് വീശക്കാരന്മാര്. എന്തൊരു മനുഷ്യന്മാരാണോ നിങ്ങളൊക്കെ? അത് പിന്നെ അവര് അരിവാളും വീശി വന്നപ്പോ അച്ഛനൊന്ന് കാണുമായിരുന്നു അവരുടെ വരവ് അല്ലേ? ഞാൻ നല്ലത് കൊടുത്തേനെ. ആ നേരത്തെ ഇവരെല്ലാം ഇവിടെ കയറി പിടിച്ചത് അല്ലേ? എപ്പോ? പ്രഭയുടെ അച്ഛൻ തന്നെ ഇക്കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കണം. ഇത്രയും സ്വത്തുണ്ട്. ഇതെല്ലാം അവര് കൊണ്ടുപോകുന്ന ലക്ഷണം ഇപ്പോ. നമ്മുടെ വീട്ടിലെ ആണുങ്ങളെ കൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ആൺരൂപം ഉണ്ടായാൽ മാത്രം പോരല്ലോ, ആണത്തം ഉണ്ടാവണ്ടേ. നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് അവിടെ ഇല്ലാതായി പോയി. ഒന്നാമത് ആ ക്രിമേഷൻ സമയത്ത് അവരെ അടുപ്പിക്കാൻ പാടില്ലായിരുന്നു. അതുപോട്ടെ, അവര് പറഞ്ഞതും കേട്ട് വായും പൊളിച്ച് നിന്നു എല്ലാവരും. അവരുടെ മകൻ ചെതയ്ക്ക് തീ കൊളുത്തി, ഇപ്പൊ ബലിയിട്ടു, എന്നിട്ട് തിരിച്ചും വന്നു. ഉറപ്പായിട്ടും അവരുടെ ലക്ഷ്യം സ്വത്തും പണവും തന്നെ. ശരിയാ. അതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇനി അവളെ അരിവാളെടുത്താൽ നിങ്ങൾ കൊടുവാളെടുക്കും. അതാണ് വേണ്ടത്. അതാ അതിന്റെ സ്പിരിറ്റ്. അച്ഛൻ പറയുന്ന പോലെ അത്ര നിസ്സാരമല്ലത്. അവര് പറയുന്നത് നിയമപരമായിട്ട് അവരെ അവകാശികളെന്നാ. എന്താ തെളിവ്? തെളിവ് നിങ്ങൾ പറയണം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന്. അതെ. വിൽപത്രം നിങ്ങളുടെ പേരിലാണെന്ന് പറഞ്ഞേക്കേ. അതെ. അപ്പൊ കാണാൻ കളി. പക്ഷേ നമ്മുടെ കയ്യിൽ തെളിവില്ലല്ലോ. വല്യേട്ടൻ വിൽപത്രം എഴുതാതെയല്ലേ പോയത്? എന്ന് ആര് പറഞ്ഞു? ഞാൻ പറയണു വിൽപത്രം ഉണ്ട്. അത് ഞാൻ ഹാജരാക്കാം. എങ്ങനെ? എടോ, ഒരു പഴയ മുദ്രപത്രം കിട്ടിയാൽ എത്ര വിൽപത്രം വേണം? മന്ത്രിയുടെയും DGPയുടെയും ഒപ്പ് വരെ അസലായിട്ടിരുന്ന ഇഷ്ടം പോലെ കക്ഷികളുണ്ട് ഇവിടെ. കരുണാകരൻ മുതലാളിയുടെ ഒപ്പുള്ളൊരു പേപ്പർ അങ്ങോട്ട് കിട്ടിയാൽ മതി. വിൽപത്രോ തീരാധാരോ എന്തു വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കാം. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? രാത്രിയിൽ അടിച്ചിറക്കിയതാ ഞങ്ങളെ. പിന്നെ ഞാനൊരു ധൈര്യത്തിൽ ഇന്ന് രാവിലെ തിരിച്ചു കയറി. നിനക്ക് മാത്രമേ ധൈര്യമുള്ള? എല്ലാരും ധൈര്യം കാണിച്ചു. എന്ത് തന്നെ സംഭവിച്ചാലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. നിങ്ങൾ ഒരിക്കൽ ഒഴിഞ്ഞു കൊടുത്താൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ വീട്ടിൽ കയറാൻ പറ്റില്ല. അത് ഓർത്തോ.
അല്ലെങ്കിലും അച്ഛൻ പറയുന്നതാ ശരി. മാത്രമല്ല ഈ കാര്യത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് നിൽക്കണം. ഈ സമയത്ത് വഴക്കിലൊന്നും പോകരുത്. മോളെ പ്രഭേ, കേട്ടല്ലോ? വളരെ സൂക്ഷിച്ചു വേണം പെരുമാറാൻ. അച്ഛൻ പറയുന്ന പോലെ ചെയ്യാം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മയും പ്രഭയും വരൂ. ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം. എന്നാ ഞാനും കുറച്ച് കഴിഞ്ഞ് പ്രഭയുടെ കൂടെ വരാം. വാ കുഞ്ഞമ്മേ. ശരി. ശരി അമ്മ. ഈ വിൽപത്രത്തിന്റെ കാര്യം അച്ഛനിപ്പോ സുനിലെ കേൾക്ക് പറയണ്ടായിരുന്നു. ഉം. അത് നമുക്ക് സ്വകാര്യമായിട്ട് ചെയ്താൽ മതിയായിരുന്നു. എന്തിനാ ഇവർക്കൊരു ഭാഗം കൊടുക്കുന്നേ? അമ്മാവിന്റെ ചികിത്സയ്ക്ക് പണം കൊടുത്തതുപോലെ നമ്മളാ 1 ലക്ഷം പണമായി ഹോസ്പിറ്റലിൽ കൊടുത്തു. അതല്ലാതെ അല്ലറ ചില്ലറ ഒരുപാട് ചെലവായി. എത്രയാ പെട്രോളിനായത്? നിൽക്കടി, വെയിറ്റ്. ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്കേ ലാഭം കിട്ടുമോളെ. ആദ്യം ആ തമിഴത്തിയെ പുറത്താക്കണം. അതാണ് ഇമ്മീഡിയറ്റ് ലക്ഷ്യം. അത് കഴിഞ്ഞാ പിന്നെ ഇവരെ ഒതുക്കാം. നീ വിഷമിക്കാതെ. രാജഗോപാലന്റെ കളി നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കരുണാകരൻ മുതലാളിയുടെ മുഴുവൻ സ്വത്തും എന്റെ മരുമകൻ പ്രസാദിന് സ്വന്തമാവും. അതിനുള്ള വഴികളൊക്കെ ഈ രാജഗോപാൽ കണ്ടിട്ടുണ്ട്. സ്വീറ്റ് അച്ഛൻ. ഹോ, ഇതിപ്പോ പടപേടിച്ച് പന്തളത്ത് എന്നപ്പോ പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞ പോലെയായി. ആദ്യം ആ തള്ളയും മോനും പോയി. അത്രയും മരണം ഒഴിഞ്ഞു നായപ്പോ അവരുണ്ടതേ തിരിച്ചു വരുന്നു. അതും കഴിഞ്ഞ് മറ്റെല്ലാത്തിനെയും അടിച്ചു പുറത്താക്കി ഇപ്പം സന്തോഷിച്ച്. ഇപ്പം ദേ എല്ലാരും പഴയതുപോലെ. ബാക്കിയുള്ളവരുടെ കഞ്ഞൂര് മുട്ടിക്കുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാനൊരു കാര്യം പറയാം. എനിക്ക് ആരോഗ്യം പോരെ ഇത്രേ എണ്ണത്തിന് വെച്ച് വിളമ്പാൻ. ഞാൻ എന്റെ പാട് നോക്കി പോകാൻ പോവാ. ആ നല്ല കാര്യമായി. വെളുക്കോളം വെള്ളം കോരിയിട്ടേ കൊണ്ടുപോയി കുടവടയ്ക്കാൻ പോവാണോ കാത്തു? നമ്മളൊരു ജോലി തുടങ്ങി വെച്ച് ഇനി അതിന്റെ അവസാനം കാണണം. അതുവരെ കാത്തു നിൽക്കാം. കല്യാണി പറഞ്ഞാ കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറാ. ഈ തങ്കപ്പന്റെ ഒരു കാര്യം, ഈ വയസ്സാങ്കാലത്താണോ എനിക്ക് വേണ്ടി കാത്തു നിൽക്കാൻ പോന്നേ? വയസ്സോ? ആർക്കാ? ദേ ഇങ്ങനത്തെ തമാശ പറഞ്ഞ ഒരു നുള്ളങ്ങ് വെച്ചെന്നുണ്ടല്ലോ. അയ്യടാ, ദേ മതി ഈ കൊഞ്ചലും കൊഴിയലും ഒക്കെ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ കിടന്ന് ഇവളുമാർക്ക് വെച്ചു വിളമ്പി അവളുമാരുടെ ഭർത്താക്കന്മാരുടെ തുണിയും അലക്കി പൊലയാട്ടും കെട്ട് കിടക്കണോ? ദേ എന്നെ കിട്ടത്തില്ല. കാത്തു ഒന്ന് അടങ്ങ് അല്ലേ തങ്കപ്പ? പിന്നെ നമുക്ക് മുതലാളിയുടെ താക്കോൽക്കൂട്ടം കണ്ടുപിടിക്കണം. എന്തായാലും അലുമാരി കാശുണ്ട്. അതാരൊട്ടും എടുത്തിട്ടില്ല, അതെനിക്ക് ഉറപ്പാ. അന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ ഓട്ടോമൊബൈൽ ഇടക്കാരൻ സേവറച്ചായൻ 4.5 ലക്ഷം കൊണ്ട് കൊടുത്ത അതെനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ്. ആ കാശെങ്കിലും അവിടെ കാണണം. എൻ്റെ ഊഹം അനുസരിച്ചാണേ 4 ദിവസത്തെ പിരിവും കാണും. പിന്നെ മരിക്കുന്നതിൻ്റെ തലേന്ന് നമ്മുടെ നടക്കിലെ രാമപിള്ള സാറ് മോളുടെ കല്യാണത്തിന് വാങ്ങിച്ച കാശും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാ വിറ്റേൻ്റെ കാശ് അന്ന് വൈകുന്നേരമാ ബീരാ മുതലാളി കൊണ്ട് കൊടുത്തത്. റബ്ബർ കടയിലെ കാശ് വാങ്ങിക്കാൻ ഞങ്ങൾ പോയായിരുന്നു. കിട്ടിയോ ഇല്ലോന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുതലാളി അന്ന് 12 മണിക്ക് ബാങ്കിൽ പോകാന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെ നോക്കിയാലും അലമാരിക്കകത്ത് 10-ൽ കുറയാതെ കാണും. 5 ഉറപ്പായിട്ടും കാണും. ദൈവമേ, 5 ലക്ഷം! അയ്യോ, ആ താക്കോലൊന്ന് കിട്ടിയിരുന്നേ. എടാ തങ്കപ്പ, നീ വിചാരിച്ച ഒരു താക്കോല് സംഘടിപ്പിക്കാൻ പറ്റത്തില്ലേ? താക്കോല് കിട്ടും, പക്ഷേ ഡബിൾ ലോക്കാ, തുറക്കാൻ പ്രയാസോ. ഇങ്ങനൊരു മൊയ്ങ്ങുണാച്ചൻ. ചുമ്മാ അതിരി കാത്തു. തങ്കപ്പം വിചാരിച്ച നടക്കും. മടിയനാ, ഉന്തി തള്ളി വിടണം. അതാ പ്രകൃതം. കല്യാണി ഇങ്ങനെ പറയുമ്പോ എനിക്കൊരു ഇത്. ഞാൻ പോയി നോക്കട്ടെ. പറ്റിയ ഒരു താക്കോല് സംഘടിപ്പിച്ചോണ്ട് വരാം. ഇത് കണ്ടോ, ഏത് പൂട്ടും തുറക്കാവുന്ന താക്കോൽ ഇതിലുണ്ട്. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് രാഘവൻ അതിങ്ങ് തന്നാട്ടെ. ഞാൻ കൊണ്ടുപോയി തുറന്ന് സംഗതി നടത്തിയിട്ട് തിരിച്ചു തരാം. ഇത് നിനക്ക് തന്നുവിടാൻ പറ്റത്തില്ല മോനെ. ഇതേ കൊല്ലന്റെ താക്കോൽ കൂട്ടമാ. ഇതുകൊണ്ട് തുറക്കണമെങ്കിൽ ഞാൻ വരണം. ഓരോ താക്കോലായിട്ട് ഇട്ട് നോക്കി ഏത് പൂട്ടാണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള താക്കോൽ ഉണ്ടാക്കി അതൊരു നീണ്ട നടപടിക്രമമാ മോനെ തങ്കപ്പ. ശരി, ഞാൻ ഇനി തർക്കിക്കുന്നില്ല. രാഘവൻ ഒന്ന് വന്നാ മതി. ഇന്ന് രാത്രി തന്നെ വേണം. ഇനിയും വെച്ച് താമസിപ്പിക്കാൻ പറ്റാത്തോണ്ടാ. കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ. കാശിന്റെ കാര്യം നീ ഏറ്റല്ലോ. അതെന്ത് ചോദ്യ രാഘവ? ഇന്ന് രാത്രി ഉറപ്പാണല്ലോ. ശബരിമല ശാസ്താവാണ് ഉറപ്പ്. ആ ഉറപ്പ് മതി.
ഈ താക്കോല് നോക്കട്ടെ. ഇതേ എന്റെ വല്യച്ഛൻ പണിഞ്ഞതാ. അതെ, വെല്ലിച്ചന്റെ വിശേഷമൊക്കെ പിന്നെ പറയാം. വേഗം തുറക്ക്. വെല്ലൂർ എഴുന്നേറ്റ് വന്ന് നമ്മൾ അകത്താ. എന്തൊരു ശബ്ദം. ഡേ കോമളം, കോമളം, ഡേ എണീറ്റേ. ഓ, ഇങ്ങനൊരു ശവം കട്ടിലെ കണ്ട കൂർക്കം മരിച്ചോളൂ. കല്യാണി, ആരിലും വരുന്നുണ്ട് നോക്ക്. ചെല്ല്. ഇതുമല്ല, ഇതുമല്ല, ഇതിട്ട് നോക്കാം. ഡേ എന്തു ശബ്ദം കേൾക്കുന്നല്ലോ. അയ്യോ, വല്യമ്മാവന്റെ മുറിന്നായിരിക്കും. ദൈവമേ, ആ പ്രസാദം എങ്ങാണ്ട് മുറി തുറക്കാനുള്ള ശ്രമമായിരിക്കും. ഇവിടെ വിളിച്ചോട്ട് എണീറ്റിട്ടുമില്ല. പ്രസാദേ, പ്രസാദേ, ഒന്ന് എഴുന്നേറ്റേ. അതെ, താഴത്തെ മുറിയിൽ എന്തോ ഒരു ശബ്ദം. ഒന്ന് പോയി നോക്കിക്കേ. ശബ്ദം? ആ ടോർച്ച് അതിനെവിടെ എവിടെ ടോർച്ച്? സമയം കളയാതെ ചെന്ന് നോക്ക്. ഞാനും വരാം. എന്താടി? എന്താ? നിങ്ങൾക്കൊന്നും ഉറക്കമില്ലേ? ഉറങ്ങി കിടന്നാ മതിയോ? വല്യമ്മാന്റെ മുറിയിൽ നിന്നൊരു ശബ്ദം കേട്ടു. കള്ളം കേറിയോ എന്ന് സംശയിച്ച് ഞാനും പ്രഭയും കൂടി ഇറങ്ങി വന്നതാ. കള്ളൻ ആരാണെന്നൊക്കെ എനിക്കറിയാം. ശബ്ദം ആദ്യം കേട്ടത് ഞാനാ. അമ്മേ, ആരും മതില് ചാടി. രണ്ടുപേരുണ്ടായിരുന്നു, ഞാൻ നന്നായിട്ട് കണ്ടതാ. നിങ്ങൾ രണ്ടു കൂട്ടർക്കും പരസ്പരം നല്ല വിശ്വാസവും സ്നേഹവും ആയത് നന്നായി. യഥാർത്ഥ കള്ളന്മാർക്ക് അത് സഹായമായി. ചെല്ലു ചെല്ലു, ചെന്ന് നോക്ക്. പെട്ടെന്ന് പോ. ഓടി. അങ്ങോട്ടാണോ? വാ വാ. ഇതുവഴി അവൻ ചാടി ഓടിയത്. കൈവിട്ടു.